ഭിന്നത തുടരുന്നതിനിടെ സമസ്ത മുസ്ലിം ലീഗ് ചർച്ച നാളെ ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്താണ് ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂലികളുടെയും ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെയും പരസ്യപ്പോര് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. 24 എക്സ്ക്ലൂസീവ് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ സമീർ, ഇടക്കാലത്ത് അനുനയം ഉണ്ടായതാണ്, അതിനുശേഷമാണല്ലോ പിന്നീട് ഈ പരസ്യ പ്രതികരണം ഉണ്ടായത്. നാളത്തെ ചർച്ചയോടെ പൂർണ്ണ പരിഹാരമാകുമോ? ഉന്മേഷ്, നാളത്തെ ചർച്ചയോടുകൂടി എത്ര കണ്ട് പരിഹാരമാകുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാളെ ഇരു വിഭാഗം നേതാക്കളും ഒപ്പം തന്നെ ലീഗ് സമസ്ത നേതാക്കളും യോഗം ചേരുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്താണ് യോഗം നടക്കുക. സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങളിലെ 10 വീതം നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രധാനമായും ലീഗ് അനുകൂല നേതാക്കൾ ഉയർത്തുക ഉമർ ഫൈസി മുക്കം സാദിഖ് തങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന വിവാദ പരാമർശം, അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തിൽ വരുന്ന LDF അനുകൂല മുസ്ലിം ലീഗ് വിരുദ്ധ പരസ്യങ്ങളും വാർത്തകളും എല്ലാം തന്നെ അതിനെതിരെ ശക്തമായ നടപടി വേണമെന്നായിരിക്കും ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ മറുവിഭാഗം ആവശ്യപ്പെടുക ഈ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമസ്ത എതിർത്ത ഹക്കീം ഫൈസി ആദർശേരിയെ കൊണ്ടുവന്ന നടപടിക്കെതിരെ ലീഗ് വിരുദ്ധ സംഘം അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ വിഭാഗം രംഗത്ത് വരും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമ ജിഫ്രി തങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സമസ്ത വിരുദ്ധ പരാമർശങ്ങളെല്ലാം തന്നെ മറുവിഭാഗവും ഉയർത്തി കാണിച്ച് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെടും. അങ്ങനെ ഇരു വിഭാഗവും വിവിധ വിഷയങ്ങൾ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടപടി ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതൊരു അന്തിമ തീരുമാനം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നതും കണ്ടറിയേണ്ടതും. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.